പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് WWE അടുത്ത സ്പെഷ്യൽ എപ്പിസോഡായ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ജൂലൈ 13 നടക്കുന്ന ഷോയിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. മിസ്റ്റർ മണി ഇൻ ദ ബാങ്കായ സൂപ്പർ താരമായ സെത്ത് റോളിൻസും LA നൈറ്റ് എന്ന മെഗാ സ്റ്റാർ എന്നുള്ള ഒരു മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗന്ധറിൻ്റെ സെഗ്മെൻറ്റും അതിനെ ഇൻട്രപ്റ്റ് ചെയ്തു വരുന്ന സെത്ത് റോളിൻസിൻ്റെ ഭാഗങ്ങളും കാണാൻ സാധിച്ചു. എല്ലാ ചാമ്പ്യന്മാർക്കും താനൊരു വെല്ലുവിളിയാണെന്നുള്ളതാണ് സെത്ത് അവിടെ പറയുന്നത്. അങ്ങോട്ടേക്ക് CM പങ്ക് വരുന്നുണ്ട്. CM പങ്കും സെത്ത് തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നു. കാണികളുടെ ഇടയിലൂടെ ഇറങ്ങി ഓടി സെത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമ്മളെ തോന്നിപ്പിച്ചെങ്കിലും പിറകിലൂടെ റിട്ടേൺ ചെയ്തു വന്ന LA നൈറ്റ് കാണികളുടെ ഇടയിലൂടെ വന്ന് സെത്തിനെ ആക്രമിക്കുന്നതും അത് എറീനയ്ക്ക് ഉള്ളിൽ വലിയൊരു ഫൈറ്റിലേക്ക് പോകുന്നതും അവിടെ നിന്നും സെത്ത് ഓടി രക്ഷപ്പെടുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീടാണ് ഈ ഒരു സിംഗിൾസ് മത്സരം സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ കൺഫേം ചെയ്ത ഒരു അപ്ഡേറ്റും അറിയാൻ സാധിച്ചത്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് WWE എവല്യൂഷൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള മെയിൻ റോസ്റ്ററിൽ നിന്നുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കിടിലമായിട്ടുള്ള 3 മത്സരങ്ങൾ കൺഫേം ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അതിൽ ഒന്നാമത്തേത് ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് സൂപ്പർ താരമായ റിയ റിപ്ലിയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ആ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തു വന്ന വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ഇയോ സ്കൈ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് റിയ റിപ്ലിക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാണെന്നും മത്സരം എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടത്താമെന്നും പറയുന്നു. ആ ഒരു മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ നിലവിലെ വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരായി പുതുതായി വന്നിട്ടുള്ള റെഗൽ റോഡ്രിഗസും റോക്സിനി പെരസും ഇവർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം കൂടി എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫേറ്റിൽ ഫോർവേ മത്സരം ആയിരിക്കും എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൂടാതെ ഇവരുടെ ചലഞ്ചേഴ്സായി വരുന്ന 3 ടീമിനെ അതിൽ ഒരു ടീം റോയിൽ നിന്നും ഒരു ടീം സ്മാക്ഡൗണിൽ നിന്നും ഒരു ടീം NXTയിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് ബാറ്റിൽ റോയൽ മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. ആ ബാറ്റിൽ റോയലിൽ സ്റ്റെഫിനി വെക്കേർ പങ്കെടുക്കുന്നു എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. IB നൈൽ പങ്കെടുക്കും എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ബാറ്റിൽ റോയലിൽ വിജയിക്കുന്ന വുമൺ റെസ്ലറിനെ ക്ലാഷ് അറ്റ് പാരീസ് എന്ന് പറയുന്ന ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നടക്കാൻ പോകുന്ന മറ്റൊരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് അവസരം ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ വുമൻസിന് വേണ്ടി മാത്രം നടക്കുന്ന ഇവല്യൂഷൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് 3 പുതിയ മത്സരങ്ങൾ ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ അപ്ഡേറ്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗന്ധറിൻ്റെ ഭാവിയിലെ ഒരു എതിരാളിയായിട്ട് ആര് ഇനി വരും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കാണാൻ സാധിച്ചു. അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ ഹോൾ ഓഫ് ഫെയിമറായ ഗോൾബെർഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗന്ധർ ടൈറ്റിൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ CM പങ്ക് ഗന്ധറിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ വലിയ സാധ്യതകളുണ്ട്. സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ അത്തരത്തിലുള്ള ഒരു മത്സരം നടന്നാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം നിലവിൽ ഗന്ധറിനെ തള്ളി മാറ്റുന്ന CM പങ്കിൻ്റെ ഒരു മൊമെൻറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ ഇത് ഗന്ധർ എന്ന് പറയുന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ സംബന്ധിച്ച് വളരെ മാനം കെടുത്തുന്ന ഒരു മൊമെൻറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു തിരിച്ചടി എന്നോണം CM പങ്കിനെ ഗന്ധർ ആക്രമിക്കാനും തുടർന്നൊരു വേൾഡ് ടൈറ്റിൽ മത്സരം വരാനും സാധ്യതയുണ്ട്. സമ്മർ സ്ലാമിൽ തന്നെ ഈ മത്സരം നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മത്സരത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ വലിയ ഒരു രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇത്തരമൊരു മത്സരം നടക്കുകയാണെങ്കിൽ CM പങ്ക് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റോ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ന്യൂ ഡേ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. അതികിടിലമായിട്ടുള്ള ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു JD മെക്ഡോണ, ഫിൻ ബാലർ, സേവിയർ വുഡ്സ്, കോഫി കിങ്സ്റ്റൺ തുടങ്ങിയവരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ജഡ്ജ്മെൻറ്റ് ന്യൂ ഡേ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ന്യൂ ഡേ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ടീം വിജയിക്കുന്നതോടുകൂടി നിലവിൽ ആക്റ്റീവായിട്ടുള്ള എല്ലാ ജഡ്ജ്മെൻറ്റ് ഡേ ടീം അംഗങ്ങളും ചാമ്പ്യന്മാർ ആണ് എന്നുള്ളൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. ഡൊമിനിക് മെയ്സ്റ്റീരിയോ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ, റെഗൽ റോഡ്രിഗസും റോക്സിനി പെരസും പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായിട്ടുണ്ട്. ബാക്കി 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലീഡറായ ഫിൻ ബലറും JD മെക്ഡോണയുമാണ്. ഈ
ഇരുവരും ഇപ്പോൾ ടാഗ് ടീം ചാമ്പ്യന്മാർ ആയിരിക്കുന്നു. ഇപ്പോൾ ഇഞ്ചുറി മൂലം മാറി നിൽക്കുന്ന ലിവ് മോർഗൻ തിരികെ വന്നാൽ എങ്ങനെ ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതും ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു ചോദ്യമായി മാറിയിട്ടുണ്ട്. എന്തായാലും കിടിലമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സിലൂടെയാണ് ജഡ്ജ്മെൻറ്റുടെ നിലവിൽ റോയിൽ സ്റ്റോറി ലൈനുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 5ാമത്തെ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരം കാണാൻ സാധിച്ചു. ബെയ്ലി വേഴ്സസ് ലൈറ വൽക്കീരിയ തമ്മിലുള്ള ഒരു മത്സരം. ഈ മത്സരം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഒരു റിസൾട്ട് തന്നെയാണ് മത്സരത്തിന് കാണാൻ സാധിച്ചത്. ഒരു നോ കോൺടെസ്റ്റ് ആയിട്ട് അവസാനിക്കുമെന്ന് നമ്മൾ തോന്നിപ്പിച്ചിരുന്ന മത്സരം ഒരു ഡ്രോ ആയിട്ടാണ് അവസാനിച്ചത്. 2 പേരുടെയും ഷോൾഡർ ഒരേ സമയം മാറ്റിൽ വന്നിട്ട് പതിക്കുന്നതും ആ ഒരു സമയത്ത് റെഫറി പിൻ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ മത്സരത്തിൽ 2 വിജയി വരുന്നത് കൊണ്ട് മത്സരം ഡ്രോ ആക്കി മാറ്റുന്നതുമൊക്കെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു റിസൾട്ട് ഒരു കൃത്യമായ ഒരു റെസ്ലറിനെ കിട്ടുകയാണെങ്കിൽ ബെക്കി ലഞ്ചിൻ്റെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് ഒരു മത്സരം ലഭിക്കും എന്നുള്ളതായിരുന്നു സ്റ്റിപ്പുലേഷൻ. പക്ഷേ ഡ്രോ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം ബെയ്ലിയും ലൈറ വൽക്കീരിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബെക്കി ലഞ്ചിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരിക്കും നടക്കുക എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അത് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളിൽ ഞാൻ പങ്കുവച്ചതാണ്. അതിലേക്ക് തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 6ാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഷെയ്മസ് വേഴ്സസ് റൂസേവ് തമ്മിലുള്ള ഒരു ബാങ്ങർ മാച്ച് നടന്നതിനെ സംബന്ധിച്ചാണ്. റൂസേവ് ഷെയ്മസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിൽ വിജയിച്ചു എന്നാണെങ്കിലും എല്ലാവരുടെയും കയ്യടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഷെയ്മസിന് റിങ്ങിൽ വിടേണ്ടി വന്നിട്ടുള്ളത്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു റൂസേവും ഷെയ്മസും മത്സരത്തിൽ ഉടനീളം കാഴ്ചവെച്ചത്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം ഷെയ്മസ് കാഴ്ചവെക്കുന്നു. അതേസമയത്ത് ഷെയ്മസിനെ സംബന്ധിച്ച് എനിക്ക് വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷെയ്മസ് തിരികെ ടൈറ്റിൽ പിക്ചറിലേക്ക് കയറി വരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് കൊടുത്തു ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആക്കാനുള്ള ഒരു സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റൂസേവിനെതിരെ ഒരു മത്സരത്തിനും കൂടി ഷെയ്മസിന് സാധ്യതയുണ്ടെങ്കിലും വിജയം വളരെ ഒരു സാധ്യത കുറവുള്ള ഒരു ഫ്യൂഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കിടിലമായിട്ടുള്ള ഒരു മാച്ച് കാണാം എന്നുള്ളതിൽ ഉപരി ഷെയ്മസ് വിജയിക്കുന്ന രീതിയിലേക്ക് ഇനി ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി ലൈൻ അവർ പ്രൊഡ്യൂസ് ചെയ്യുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. നമുക്കിന്നത്തെ റോ എപ്പിസോഡിലെ ഏറ്റവും കിടിലമായിട്ടുള്ള ഒരു മാച്ചായിട്ട് കാണാൻ സാധിച്ചത് മെയിൻ ഇവൻറ്റിലെ ടാഗ് ടീം മത്സരമായിരുന്നു. ഈ ഒരു മത്സരത്തിന് മുൻപ് ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിൽ സാമി സെയിനെ കെരൺ ക്രോസ് ആക്രമിക്കുന്നുണ്ട്. തുടർന്ന് സാമി സെയിൻ്റെ വയറിന് ചുറ്റും ഒരു ഇഞ്ചുറി പറ്റുന്ന രീതിയിലും ഇഞ്ചുറി ഉള്ള പോലെയും അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ കെരൺ ക്രോസ് സാമി സെയിനെ ടാർഗറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഇപ്പോൾ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. മെയിൻ ഇവൻറ്റിലെ ടാഗ് ടീം മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് അത് 4 പേരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. എടുത്തു പറയേണ്ടതില്ല എന്ന് അറിയാം. അത്രയും ഒരു ബാങ്ങർ ലെവലുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. മത്സരം നമുക്കൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും തന്നെയാണ് വിജയിച്ചത്. മത്സരശേഷം ആക്രമണം തുടരാൻ അവർ തുനിഞ്ഞപ്പോൾ അവിടെ മെയിൻ ഇവൻറ്റ് ജെ ഊസോ സ്റ്റീൽ ചെയറുമായി വന്നിട്ട് സാമിയെയും പെൻഡയെയും രക്ഷിക്കുന്ന ഒരു മൊമെൻറ്റുമാണ് അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സെത്രോൺസിന് ഒരേ സമയത്ത് CM പങ്ക്, LA നൈറ്റ്, ജെ ഊസോ, പെൻഡ, സാമി ഇനി തിരികെ വരാൻ പോകുന്ന റോമൻ റെയിൻസ് ഇവരെയൊക്കെ നേരിടേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി അവർ ഇന്നത്തെ റോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യാൻ സെത്രോൺസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ പ്ലാൻ ബി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മിക്കവാറും സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ കാണാൻ സാധിച്ചേക്കാം, അല്ലെങ്കിൽ അതിന് മുൻപേ കാണാൻ സാധിച്ചേക്കാം. ആ പ്ലാൻ ബി പുതിയൊരു മെമ്പർ ആയിരിക്കും എന്നുള്ളതിൽ ഇനി യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.